ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെറിയൊരു ചൂണ്ടയിടൽ പരിപാടിയായിട്ട് വന്നേക്കാണ്ടോ. ഇവിടെ തൊട്ടടുത്തൊരു ചെറിയ കുളമുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാൻ വേണ്ടിയിട്ട് വന്നേക്കണേ, വല്ലതും കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് താഴത്തേക്ക് കുറച്ച് ഇറങ്ങാനുണ്ട്. അപ്പോൾ നമുക്ക് ഇറങ്ങിയിട്ട് നോക്കാം. ഇവിടെ ഈ ചൂണ്ട പിടിച്ചാലോ. അപ്പോൾ നമ്മുടെ കൂടെ ഒരു 2-3 പേരും കൂടെ ഉണ്ട് കേട്ടോ. കൊടുത്ത് പിടിച്ചിട്ടോ. ഒന്നല്ല രണ്ടെണ്ണത്തിനെ പിടിക്കണ്ടോ? എന്നാ പഞ്ഞ നീ ആയിക്കിടന്നാ ഞാനോടെ എന്തിട്ട് തന്നെ. ഇത് കല്ലടാന്ന് പറഞ്ഞ മീനാണ് കേട്ടോ. ഇപ്പം ഇവിടെ നിന്ന് കിട്ടിയതാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളതാണ് കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല, നല്ല ടേസ്റ്റുള്ള മീനാണിത്. നമുക്ക് അടുത്തന്നെ കിട്ടുന്നു. കുറച്ച് മീനെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഞാൻ ഇതിൻ്റെ അവസാനം ഞാൻ കാണിക്കാം എന്തോരം മീനെ കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. നമുക്കൊരു ചെറുതിനെ കിട്ടിയിട്ടുണ്ട്. അത് റിലീസ് ചെയ്യാൻ പാകത്തിനുള്ള ചെറുതാണ്. ചെറുതിന് ഒരെണ്ണത്തിനെ കിട്ടിയിട്ടുണ്ട്. വലിയ വലിയ ഗൈസോർണത്തിന് കിട്ടിയിട്ടുണ്ട്. പലത്തിനും വലിയതിനും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത്ര ഉള്ളതൊക്കെ ഉണ്ടാവുള്ളൂ ഇവിടെ. നമുക്ക് നോക്കാം വേറെ വലിയതിനെ കിട്ടുമെന്ന്. ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടുത്ത് തന്നെ ഓരോരുത്തർ കിട്ടിയിട്ടുണ്ട്. അതെന്ത് സിലോപ്പി തന്നെയാണ്. ചെറിയൊരു സിലോപ്പിനെ കൂടെ ചെറുത്. ഇത് നമുക്ക് റിലീസിങ് സൈസാണ്. ഇത് ചെറുതാണ്. നമ്മളിത് തിരിച്ചു വിടുക കേട്ടോ. ഇത് തിരിച്ചു വിടുക. ഊരാൻ വേണ്ടിയിട്ട് നമ്മളിത് ഇവിടെ ഒരാളെ ആക്കിയിട്ടുണ്ട് കേട്ടോ. പുള്ളിക്ക് കൊടുക്കുക. അതിൻ്റെ പേരെന്ന് പറഞ്ഞോ? സിലോപ്പി അല്ല, നിന്റെ പേര് പറയാൻ. അത് വിട്ടേക്ക്, തിരിച്ചു വിട്ടേക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് നേരമായിട്ട് വന്നിട്ടത് എന്താ കിട്ടിയ മീനുകളൊക്കെ ഉണ്ട്. ആ ബക്കറ്റ് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് കാണിച്ചു തരാം. പുറത്തെടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. വെള്ളം എന്താണെന്ന് വിളിച്ചേ?
ആ കോർണറിൽ അവിടെ ഇരുന്ന അപ്പോൾ അതാ നമ്മുടെ ഫിഷിങ് നമ്മൾ വൈൻഡപ്പ് ചെയ്തിട്ട് കുറച്ച് മീനുകൾ കിട്ടി. അത് നമ്മൾ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം എന്തോരം മീനെ കിട്ടിയെന്നുള്ളത്. അപ്പോൾ കുറച്ച് നേരമായി ഞങ്ങൾ വന്നിട്ട് ഏകദേശം കുറച്ച് മീനുകൾ കിട്ടി. സിലോപ്പിയാണ് ഇവിടെ കൂടുതലായിട്ട്. അപ്പോൾ ഞാൻ ഇവിടുന്ന് കയറിയിട്ട് വീട്ടിൽ ചെന്നിട്ട് ബാക്കിത്തെ മീനൊക്കെ കുറഞ്ഞിട്ട് കാണിച്ചു തരാം. ഓക്കെ, പശുവിൻ്റെ തലമുണ്ടക്കൂടെ കുറച്ച് പശു വിട്ട് കണ്ണാ പശു വിട്ട് സ്മൈൽ അപ്പൊന്നും പോണ്ട നീ പോരേ വാ. അഞ്ചാറോ 10 അപ്പോൾ നമ്മളിന്ന് കുറേ നേരം വന്നിട്ട് ചൂണ്ടിയിടൊക്കെ ചെയ്തിട്ടോ. ഇവിടെ ഒരാളും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചൂണ്ടയിടൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എത്ര മീനുകൾ കിട്ടിയെന്നുള്ളത് നമുക്ക് ഞാൻ വീട്ടിൽ ചെന്നിട്ട് എത്ര മീൻ കിട്ടിയെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ പുറകെ പൊട്ടമുള്ള ഒരാളും കൂടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി വീട്ടിൽ നമുക്ക് കിട്ടിയ മീനുകളാണ് കേട്ടോ. അയ്യോ, നമുക്ക് എന്തോരം മീൻ കിട്ടിയെന്നുള്ളതാ കണ്ടോട്ടോ. നമുക്ക് കിട്ടിയ മീനുകളാണ് ഇത്രയും. അത്യാവശ്യം വലുതും പിന്നെ ഒരു കല്ലടാന്ന് പറഞ്ഞ മീനും കൂടെ ഉണ്ട്. ഞാൻ അതിനകത്ത് വെള്ളം കൂടെ കുറച്ചും കൂടെ ഊറ്റി കളഞ്ഞിട്ട് എനിക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിപ്പോൾ മീൻ പിടിക്കാൻ പോയ ആ സ്ഥലത്ത് ഇത്രയും വലുതാവുള്ളൂ കേട്ടോ മീനുകൾ. ഇതിലും വലുതുണ്ടാവില്ല. ഇത്രയും വലിയ മീനുകൾ ഇത്രയും തന്നെയാണ് ഏകദേശം വളരുള്ളൂ. കാരണം കുറേ നാളായിട്ട് കിടക്കുന്ന മീനുകളാണ്. അപ്പോൾ നമ്മുടെ ഫിഷിംഗ് വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ. വീഡിയോ നമ്മൾ ഇത്ര മീനുകളാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ വീഡിയോ എങ്ങനെയുണ്ടായിരുന്നു എന്നൊന്ന് കമൻറ്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ വേണമെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ നിങ്ങളെല്ലാവരും അറിയിക്കാം. അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുപോലെയുള്ള വീഡിയോകൾ ഞങ്ങൾ ഇനിയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള നല്ല കിഡിലോസ്കി വീഡിയോസുമായി കാണുന്നവരെ ഇറ്റ്സ് മീ അഖിലോസ്കി സൈനിങ് ഓഫ്. Olha a minha,